KPMS വൈപ്പിൻ യൂണിയൻ ഞാറക്കൽ സെൻട്രൽ ശാഖ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് SC വ്യവസായ കേന്ദ്രം ഹാളിൽ നടന്ന പരിപാടി KPMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമ്മേളനത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എറണാകുളം എന്ന് പറയുന്നത്, എറണാകുളത്തെ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് കേരള പുനർമഹാസഭയെ സംബന്ധിച്ച് ഏറ്റവും അഭേദ്യമായ ബന്ധമുള്ള ഒരു പൊതു മൈതാനമാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, 2006 ശേഷം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ശ്രീ പുന്നല ശ്രീകുമാർ സാറിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന്റെ ചരിത്രം വിസ്മരിച്ച കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ പ്രഥമഗണ്യനായ അയ്യങ്കാളി നടത്തിയ സമര പോരാട്ടങ്ങളെ അതിന്റെ സാമൂഹ്യ ചരിത്രകാരന്മാർ പോലും വിസ്മരിച്ചപ്പോ, ആ മറന്നുപോയ അയ്യങ്കാളിയുടെ സാമൂഹ്യ ചരിത്ര പോരാട്ടം കേരളത്തിന്റെ നവോത്ഥാന മണ്ഡലത്തിൽ എത്രമാത്രം പ്രാബല്യത്തോടെയാണ് കാണേണ്ടത്, എത്രമാത്രം പ്രാമുഖ്യത്തോടെയാണ് കാണേണ്ടത് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ കുട്ടികളെ പഠിപ്പിച്ചില്ല എങ്കിൽ ഈ കാണായ പാഠങ്ങളിൽ മുട്ടിപ്പുല്ല് മുളപ്പിക്കുമെന്ന് പറയുന്ന ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കാർഷിക സമരം സംഘടിപ്പിച്ചു. ആ കാർഷിക സമരത്തിന്റെ ശതാബ്ദി വർഷമാണ് 2007 എന്നുള്ളത് കൊണ്ടാണ് അയ്യങ്കാളിയുടെ വീറുട്ട പോരാട്ടങ്ങൾ നടന്ന സമരഭൂമികയിലൂടെ സഞ്ചരിച്ച് അന്ന് മറൈൻ ഡ്രൈവിൽ ആ സമ്മേളനം സമാപിക്കുമ്പോൾ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ UPA ചെയർപേഴ്സൺ ആയിരുന്ന സോണിയാഗാന്ധിയെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് 2008 എറണാകുളത്ത് KPMSന്റെ സംഘശക്തി, 2006 മുമ്പുള്ള സംഘശക്തിയും 2007 ശേഷമുള്ള സംഘശക്തിയും 2006 ശേഷമുള്ള സംഘശക്തിയെയും വിളിച്ചോതുന്ന തരത്തിൽ കേരളത്തിലെ NSSനും SNDPക്കും തത്തുല്യമായി ഒരു സാമൂഹ്യ സംഘടനയായി KPMSനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞത് അയ്യങ്കാളിയുടെ സ്വാതന്ത്ര്യ വിമോചന കാർഷികമുള്ള സ്മരണയുടെ ശതാബ്ദി സംഘമാണ്. ശാഖാ പ്രസിഡന്റ് KA സജീവൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി VR പ്രജിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി TP ശിവപ്രസാദ്, ഖജാൻജി NG അനൂപ്, യൂണിയൻ പ്രസിഡന്റ് PK അജിത്, പഞ്ചമി കോർഡിനേറ്റർ ഉഷ രാജൻ എന്നിവർ സംസാരിച്ചു.